എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 1 റിവ്യൂ ആണിത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ കുഴിയിൽ വീണിട്ടുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളെ കുറിച്ചും അവരെ കുഴിയിലാക്കിയിട്ടുള്ള ബിഗ് ബോസിനെ കുറിച്ചും തന്നെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള വീടൊക്കെ കണ്ടതിന് ശേഷം മോഹൻലാൽ എവിടെയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തപ്പുമ്പോൾ പുള്ളി ഒരു മൂല കിടന്നങ്ങ് ഉറങ്ങുക. നീ അപ്പഴേ വന്ന് ഒരു കിസ് കൂടെ വീടൊക്കെ മോഹൻലാൽ കാണിച്ചു തന്നതിന് ശേഷം പുള്ളിക്ക് അവിടെ ഒരു സഹായി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലെ രഹസ്യങ്ങൾ പുള്ളിയെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സഹായി, ഒരു CID രാംദാസ്, ഒരു മറുക് വെച്ച മോഹൻലാൽ. വെറുതെ ഇത്തവണ 4 ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ തന്നെ ബിഗ് ബോസ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പവർ റൂം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെന്ന്, നെസ്റ്റ്, ടണലാണുള്ളത്. ഈ ഡെന്നിന് വേണ്ടി അടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡെന്നിൽ മാത്രമാണ് കട്ടിലുകൾ അടുപ്പിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാത്തിലും കട്ടിൽ ഓരോന്നായിട്ടിട്ടുള്ളത്. അപ്പം ഡെന്നിൽ കൂടുതൽ പേർക്ക് കിടക്കാൻ പറ്റും, സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇപ്പം 4 പേരുണ്ടെങ്കിൽ തന്നെ വളരെ ലാവിഷായിട്ട് ഡെന്നി കിടക്കാൻ പറ്റും. ഇനി പവർ റൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര പവറുള്ള 4 പേരാണ് നമുക്ക് അവർ കാണാൻ പറ്റുന്നത്. അതിലാദ്യത്തെ ആൾ ക്യാപ്റ്റനായിരിക്കും, ബാക്കിയുള്ളവർ ഗെയിം കളിച്ച് തന്നെ കയറുമായിരിക്കും. അതിലുള്ളവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അവർക്കൊരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവരെ ആർക്കും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അവരായിരിക്കും വീണ്ടും ഫുള്ള് കൺട്രോൾ, ഫുഡ് എന്താണ് ഉണ്ടാക്കേണ്ടത്, ആരെവിടെ കിടക്കണമെന്നൊക്കെ അവരായിരിക്കും തീരുമാനിക്കുന്നത്. ഡെന്നിൽ ആര് കിടക്കണമെന്നും അവരായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവർക്കൊക്കെ ഡെന്നിൽ പോയി കിടക്കാം. കോമണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 2 പേരെയും ഒരു റൂമിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഓരോ മത്സരാർത്ഥികൾ വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് ക്യാമറ വെച്ചിട്ട് അവരുടെ റിയാക്ഷൻസ് കാണിക്കുന്ന സൈക്കോ ബിഗ് ബോസിനെ നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓരോ പുതിയ മത്സരാർത്ഥികൾ വരുമ്പോൾ കോമണേഴ്സ് ആയിട്ടുള്ളവരുടെ ഇരിപ്പും മട്ടും പാവം കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കടലിൽ അറിയാൻ തോന്നും. ബിഗ് ബോസിലെ ആദ്യത്തെ എൻട്രി അൻസിബാസിനാണ്. നമ്മുടെ ജോർജ് കുട്ടിയുടെ മോള്, ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ മോള്. ജോർജ് കുട്ടിയുടെ മോള്, ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ മോഹൻലാലിൻ്റെ മോള്. പുള്ളിക്കാരി ആരുടെ മുന്നിലും കരയത്തില്ല, പക്ഷെ പെട്ടെന്ന് കരയും. ആരുടെ മുന്നിലും കരയത്തില്ല, പക്ഷെ പെട്ടെന്ന് കരയും. പെട്ടെന്ന് കരയും, പക്ഷെ ആരുടെ മുന്നിലും കരയത്തില്ല. രണ്ടാമത്തെ എൻട്രി ജിൻഡോയാണ്. ഒരു ജിമ്മനാണ്, നമ്മുടെ റോൺസണെക്കാട്ടിലും പാവപ്പെട്ടൊരു മത്സരാർത്ഥി. മൂന്നാമത്തെ എൻട്രി യമുന റാണിയാണ്. ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരുടെ ഒരു മുട്ടക്കറിയുടെ കഥയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കേരളക്കരയാകെ വെയിറ്റിംഗ് ആണ് പുള്ളിക്കാരുടെ മുട്ടക്കറി കഥ കേൾക്കാൻ വേണ്ടി. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അടുക്കളയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ലക്ഷ്മിപ്രിയ ഓർമ്മ വരും. ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു വെല്ലുവിളിയാകും. നാലാമത്തെ എൻട്രി ഋഷിയാണ്. ഉപ്പുമുളകിലുമൊക്കെ ഉണ്ടായിരുന്നതാണ്, ഡാൻസറാണ്. പിന്നെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ പുള്ളിക്ക് നേരത്തെ പരിചയമുള്ള പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നാലാമത്തെ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ്. മോഹൻലാലുമായിട്ടുള്ള സംസാരമൊക്കെ കണ്ടപ്പോൾ കുറച്ച് കൊഞ്ചലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ആളുകളുമായിട്ട് പെട്ടെന്ന് സിങ്കാവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരിക്ക് പ്രായക്കുറവായതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ തെറ്റുകളൊക്കെ ആളുകൾ പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കാനുള്ള സാധ്യത കാണുന്നു. ആറാമത്തെ എൻട്രി സിജോ ആണ്. സിജോ ടോക്സ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. എപ്പോഴും ചിരിയാണ്, ഫുൾ ടൈം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കാം. ഏഴാമത്തെ എൻട്രി ശ്രീതു കൃഷ്ണനാണ്. നല്ല കോൺഫിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്, നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എട്ടാമത്തെ മത്സരാർത്ഥി ജാൻമണി ദാസ് ആണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനി അടിക്കുന്ന ഒരു സ്വഭാവമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആരുടെയും കയ്യിൽ നിന്നൊക്കെ പണി വാങ്ങിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഒൻപതാമത്തെ എൻട്രി രതീഷ് കുമാറാണ്. പുള്ളിയുടെ ഡാൻസ് കണ്ടപ്പോൾ ഒരു ദിലീപ് വൈബൊക്കെ തോന്നി. മോഹൻലാലിൻ്റെ തോന്നിയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ടപ്പോൾ അത്യാവശ്യം ഒരു എൻ്റർടൈനറായിട്ടൊക്കെ തോന്നി. പക്ഷേ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് എന്തോ ഒരു തുമ്പി പാട്ടൊക്കെ കേട്ടപ്പോൾ നല്ല വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ട്. വച്ചോണയോ തുമ്പിയോ, ഞാൻ വന്നാലും ഉണ്ടയോ, പോയാലും ഉണ്ടയോ, വന്നാലും പോയാലും ഉണ്ട, കറക്റ്റാണ്. പത്താമത്തെ എൻട്രി ശ്രീരേഖയാണ്. വെയിൽ എന്ന സിനിമയിൽ സ്വഭാവ നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. വെയിൽ എന്ന സിനിമ മോശമാണെങ്കിലും പുള്ളിക്കാരുടെ അഭിനയങ്ങളായിരുന്നു. പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റാണ്. കൂടെ അമ്മ പറയുന്നുണ്ട് വാശിയും ദേഷ്യമുള്ള ആളാണെന്ന്. അപ്പോൾ തന്നെ ബിഗ് ബോസ് ഉറപ്പിച്ചു, സെലക്റ്റഡ്. അടുത്തത് എൻട്രി 11. ബിഗ് ബോസിൻ്റെ സ്വന്തം ഗംഗ അല്ലെങ്കിൽ നാഗവല്ലി. 2 വ്യക്തിത്വങ്ങളുള്ള റോക്കി ഹസി. പുള്ളി വീഡിയോയ്ക്കിടയ്ക്ക് ടിഷ്യൂ 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 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ തോക്കെടുത്ത് ടിഷ്യൂ പറയുന്നുണ്ടായിരുന്നു, തോക്കില്ലാതെ ടിഷ്യൂ പറയുന്നുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പർ കച്ചവടക്കാരനായിരിക്കാം. പുള്ളി ആദ്യം കണ്ടപ്പോൾ കൊച്ചി രാജാവിലെ വില്ലനൊക്കെ ഓർമ്മ വന്നു. എത്തുകെട്ടായി എന്നെ ടെൻഷൻ കണ്ടറേ. പിന്നീട് കണ്ടപ്പോൾ പഞ്ചവർണ്ണ തത്തി ഓർമ്മ വന്നു. എൻട്രി 12 അപ്സര. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും പാവപ്പെട്ട മത്സരാർത്ഥി. എല്ലാവരും കുതിര കയറാൻ പോകുന്ന ഒരു മത്സരാർത്ഥി. പെട്ടെന്ന് എവിക്റ്റായി പോകാനുള്ളൊരു ചാൻസ് ഉള്ളൊരു മത്സരാർത്ഥി. എൻട്രി 13 മൂവി ആക്ടർ ഗബ്രി ജോസ്. പ്രണയമിനുകളുടെ കടൽ എന്ന് പറഞ്ഞ സിനിമ വഴി നമുക്ക് പരിചിതനായിട്ടുള്ള നടനാണ് പുള്ളി. പുള്ളിയുടെ ഒരു ട്രാക്ക് നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ആകാം, ലവ് ട്രാക്ക് ആകാം. ജാസ്മിനുമായിട്ട് ഒരു ട്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാസ്മിൻ്റെ അമ്മ പുള്ളിയെ കണ്ടപ്പോൾ നീ ഒന്നും പോയി പെടരുതെന്നോ അങ്ങനെ ഉണ്ടാക്കിയോ പറഞ്ഞിട്ടുമുണ്ട്. സോ അങ്ങനെ ഒരു ട്രാക്ക് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എൻട്രി 14 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, സ്ട്രീമർ നോറ മുസ്കാൻ. പുള്ളിക്കാരെ കണ്ടപ്പോൾ പെട്ടെന്ന് സെറ്റ് ആവുന്ന ഒരു മത്സരാർത്ഥിയെ പോലെ തോന്നുന്നുണ്ട്. സൂര്യയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അധികം ആരും പുള്ളിക്കാരുടെ അടുത്ത് ഗെയിം കളിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് കരയാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇനി പോകെ
നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 15ാമത്തെ എൻട്രി അർജുൻ ശ്യാമാണ്. മോഡലാണ്, നല്ല കോൺഫിഡൻസ് ഒക്കെ മുഖത്ത് കാണാം. കിഗയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സീസൺ 4 ബ്രീത്തിങ്ങും യോഗയും ഒക്കെ ഫോളോ ചെയ്യുന്ന ബ്ലസ്ലിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അർജുനെ കണ്ടിട്ട് നല്ല ഷാർപ്പായിട്ട് തന്നെയാണ് വന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി 16 സുരേഷ് മേനോൻ. വെട്ടുന്ന മുറി 2 എന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാവാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി. അതായത് പുള്ളിക്കാരൻ പോകുന്നിടത്ത് ഗെയിമുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു മാൻഡ്രേക്ക് പരിവേഷമൊക്കെ ഉണ്ടാവുമായിരിക്കും. എൻട്രി 17 ശരണ്യ ആനന്ദ്. സമാധാനം, ക്ഷമ, സന്തോഷം. ഇത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടി ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കോമണേഴ്സ് ആയിട്ടുള്ളവരിൽ റസ്മിൻ ഭായ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് തോന്നുന്നത്. നിഷാന ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെയും നമുക്ക് തോന്നുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിഷാനയുടെ ഉള്ളിലുള്ള ഫയർ നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തോ വെടിമരുന്ന് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രതീഷിനെയും സുരേഷിനെയും റോക്കിയും പുറത്താക്കാതിരിക്കുവാണെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടം പോലെ കണ്ടന്റുകൾ കിട്ടും. ഇവർ തമ്മിലടിച്ച് തന്നെ കണ്ടന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കും. ഇവർ അല്ലാണ്ട് കണ്ടന്റുകൾ വേറെയും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ചു നിർത്തുക. എന്തെങ്കിലും ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇവരെ മറ്റേ സീക്രട്ട് റൂമിൽ ഇങ്ങോട്ട് വിട്ടാൽ മതി. കാരണം ഇവർ അത്യാവശ്യം കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്.